ഡയറക്ടർ അച്ഛൻ ഫാദർ ജേക്കബ് പാലക്കപ്പള്ളി, അച്ഛനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഇനി നമ്മുടെ ഈ സിനിമയിലെ ശക്തമായ നല്ലൊരു വേഷം കൈകാര്യം ചെയ്തിരിക്കുന്ന കലാഭവൻ റഹ്മാനിക്ക, അദ്ദേഹത്തിനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ഇതിന്റെ സ്ക്രിപ്റ്റ് കൈകാര്യം ചെയ്തിട്ടുള്ള, സ്ക്രിപ്റ്റ് മാത്രമല്ല ഇതിന്റെ കഥ, തിരക്കഥ, കഥയും ഗാനങ്ങളും ചിട്ടപ്പെടുത്തിയിട്ടുള്ള, പിന്നെ ഇതിന്റെ ഒരു നിർമ്മാതാവ് കൂടിയായ ശ്രീ ടൈറ്റസ് ആറ്റിങ്ങൽ വേദിയിലേക്ക് ക്ഷണിക്കും. ഇനി ഇതിന്റെ മറ്റൊരു നെടുന്തൂണായി നിന്ന് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ച് ഇപ്പോൾ ഇതിന്റെ മാർക്കറ്റിംഗിന്റെയും ചുമതലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, മലയാളത്തിലെ പഴയകാലത്തെ പല സിനിമകളുടെയും നിർമ്മാതാവ് ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും അതൊക്കെ ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. ഇനി കരികർന്നാർ പോലുള്ള സിനിമകളുടെ നിർമ്മാതാവായിരുന്നു, നിർമ്മാണ പങ്കാളിയായിരുന്നു അദ്ദേഹത്തെയും ഇതിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയായി ഈ സിനിമ ഇവിടെ വരെ എത്തിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി അതിശക്തമായി കൂടെ നിൽക്കുന്ന ശ്രീ കുര്യച്ചൻ വളക്കുഴി വേദിയിലേക്ക് ക്ഷണിക്കും. ഇത് ഈ സിനിമ പൂർത്തിയായതിനു ശേഷം ഇതെങ്ങനെ റിലീസ് ചെയ്യപ്പെടും എന്നുള്ള ഒരു വിഷമഘട്ടത്തിലേക്ക് ഇത് എത്തി. ഇന്നറിയാം, നമുക്കെല്ലാവർക്കും അറിയാം, സിനിമ നിർമ്മിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഇത് പുറത്തിറക്കുക എന്നുള്ളത്. ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ സിനിമ ഏറ്റെടുത്ത് വിതരണത്തിനെടുത്ത് ഇത് പുറത്തിറക്കാം എന്ന് തൻ്റെ ഇടത്തോടുകൂടി അത് ഏറ്റെടുത്ത് നമ്മുടെ കൂടെ ഈ സിനിമയുടെ വിജയത്തിന് വേണ്ടി കൂടെ നിന്ന് നമ്മോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം, സിനിമയായിട്ട് ബന്ധമില്ല, വളരെ ഒരു സർപ്രൈസാണത്. അദ്ദേഹം ഹൈക്കോടതിയിലെ ഒരു വലിയ അഡ്വക്കേറ്റാണ്. അദ്ദേഹമാണ് ഇതിന്റെ പിന്നിൽ ഇന്ന് എല്ലാത്തിൻ്റെ നെടുന്തൂണായി നിൽക്കുന്നത് ഈ സിനിമയുടെ വിജയത്തിന് വേണ്ടി. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അഡ്വക്കേറ്റ് പി ടി ജോസ് വേദിയിലേക്ക് ക്ഷണിക്കും. ഇപ്പോൾ വളരെ പ്രമാദമായ കണ്ടല സഹകരണ ബാങ്ക് കേസിന്റെ പ്രതിഭാഗം അഡ്വക്കേറ്റാണ്. പത്രത്തിലൊക്കെ ഇന്ന് ന്യൂസ് ഉണ്ടായിരുന്നു. അഡ്വക്കേറ്റ് പി ടി ജോസ് അദ്ദേഹമാണ് കോടതിയിൽ അപ്പീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കേസിൽ. പിന്നെ ഇനി അടുത്തതായിട്ട് ഈ സിനിമയിലെ തുടക്കം മുതൽ ഇതിന്റെ സംവിധായകനോടൊപ്പവും എല്ലാവരോടൊപ്പം നിന്ന് ഇതിന്റെ ഒരു ശക്തമായ കഥാപാത്രവും ചെയ്തത് നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതനായ, മീഡിയയ്ക്കും നമ്മുടെ എറണാകുളത്തെയും കേരളത്തെയും സാംസ്കാരിക മണ്ഡലങ്ങളിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ ജെ കുറ്റിക്കാട്. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ നമ്മുടെ ഈ എറണാകുളത്ത് തന്നെയുള്ള ഒരു ഫാദർ വന്നിട്ടുണ്ട്. ഫാദർ ഫിലിപ്പ് തൈപ്പറമ്പിൽ സാധനം ക്ഷണിക്കും. അപ്പൊ എല്ലാവരും ആലോചിക്കുന്നത് ഇനി ഒരാൾ കൂടിയുണ്ട്. നമ്മളുടെ ഇതിപ്പോ ഒരു ഓഡിയോ ലോഞ്ചാണ്. ഇതിൽ 3 സംഗീത സംവിധായകരാണ് ഇതിലെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ അഷ്റഫ് സാറ് ചെയ്തിട്ടുള്ള സിനിമ ആലപ്പി അഷ്റഫ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പഴയ സിനിമകളൊക്കെ ഓർക്കുമ്പോൾ അതിലെ ഗാനങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അദ്ദേഹം ചെയ്ത പാട്ടുകളൊക്കെ ഇന്നും നമ്മളുടെ പ്രേക്ഷകരുടെ, നമ്മൾ എല്ലാവരും നൊസ്റ്റാൾജിക്കായിട്ട് ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ അദ്ദേഹത്തിന്റെ സിനിമയിലുണ്ട്. പിന്നെ അതിന്റെ പശ്ചാത്തല സംഗീതമൊക്കെ അതുപോലെയാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിലും അങ്ങനെ തന്നെ സംഗീതത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. 3 സംഗീത സംവിധായകർക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. അതിലെ ഈ ഒരു പാട്ട് ഇപ്പോൾ ഓഡിയോ നമുക്ക് 24/7 ആണ് ഓഡിയോ എടുത്തിരിക്കുന്നത്. അതിന്റെ പ്ലാറ്റ്ഫോമിലൂടെ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഒരു സോങ് റിലീസ് ചെയ്തു, സമയക്കുറവ് കൊണ്ട്. ആ പാട്ട് സംഗീതം ചെയ്തിരിക്കുന്ന ഒരു സംഗീത സംവിധായകനെ മലയാള സിനിമയിലേക്ക് ഞങ്ങൾ ഈ സമയത്ത് പരിചയപ്പെടുത്തുകയാണ്. ശ്രീ ജയരാജ്, പ്ലീസ്. എല്ലാവരും വിചാരിക്കും ഇതിന്റെ അമരക്കാരനെ കാണാനില്ല, ഇതുവരെ വിളിച്ചില്ല ഞാൻ അല്ലേ? ബാക്കി എല്ലാവരെയും ക്ഷണിച്ചു, അമരക്കാരനെ വെളി നിർത്തിയിരിക്കുകയാണ്. പക്ഷെ അതൊരു സർപ്രൈസ് ആയിട്ട് ഏറ്റവും അവസാനം ഈ നമ്മൾ വണ്ടിയിലൊക്കെ ആൾക്കാരെല്ലാം കയറി കഴിഞ്ഞ് ഈ വലിയ കപ്പലിലൊക്കെ കയറി കഴിഞ്ഞിട്ട് അവസാനം കപ്പിത്താൻ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് പോലെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇതിന്റെ അമരക്കാരനായ, വളരെയേറെ കഴിവും വളരെ പ്രശസ്തനുമായ, നമുക്കറിയാം മീഡിയയിൽ അത്രമാത്രം പ്രശസ്തനാണ്, വളരെ കഴിവുണ്ട്, നല്ല ക്രാഫ്റ്റുള്ള ഒരു ഡയറക്ടറാണ് അദ്ദേഹത്തെ, ആലപ്പി അഷ്റഫ്. അദ്ദേഹത്തെ ഞാൻ സാധനം ക്ഷണിക്കും. നമ്മൾ അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. നമ്മുടെ ഔദ്യോഗികമായിട്ട് നമ്മുടെ ഈ ഓഡിയോ ലോഞ്ചിങ് അത്
അതുകൂടാതെ നമ്മൾ മീഡിയയ്ക്ക് ഇപ്പം പരിചയപ്പെടുത്തുകയാണ് പുതിയ ഒരു നായകനും നായികയും നമ്മൾ മലയാള സിനിമയിലേക്ക്, ഒരുപക്ഷെ സൗത്ത് ഇന്ത്യൻ സിനിമയിലേക്ക് തന്നെ അവർ വളർന്നു വരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അവരെയും ഞങ്ങൾ ഈ അവസരത്തിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇതിലെ നായകനായിട്ട് അവതരിപ്പിച്ച് നമ്മൾ ആ സിനിമ കാണുമ്പോൾ മനസ്സിലായി. ഞങ്ങളൊക്കെ അതിൻ്റെ പ്രിവ്യൂ കണ്ടു. അത് ഇന്ന് മലയാളത്തിൽ ഒരു നായകൻ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ രീതിയിൽ മെയ്വഴക്കത്തോടു കൂടിയാണ് ഫൈറ്റൊക്കെ ചെയ്തിരിക്കുന്നത്. നല്ല കാലിബറുള്ള ഒരു പുതുമുഖ നായകനെ ഞങ്ങൾ ആലപ്പി അഷ്റഫ് അവതരിപ്പിക്കുകയാണ് മലയാള സിനിമയിലേക്ക്. പലരെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതും അങ്ങനെ ആയിത്തീരട്ടെ എന്ന്, നല്ല രീതിയിൽ ആയിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ശ്രീ നിഹ, പ്ലീസ്. അതുപോലെ ഒരു വളരെ ടാലൻ്റുള്ള ഒരു കുട്ടിയെ ഓഡിഷനിലൂടെ കണ്ടെത്തിയതാണ് ഇതിലെ നായിക. നല്ല കഴിവുണ്ട്, അത് നമുക്ക് സിനിമയിലും കാണാം. അതിലുപരിയായിട്ട് വേറെ കാലിബറുള്ള ഒരു കുട്ടിയാണ്. നമ്മുടെ ഈ അടിയന്തരാവസ്ഥ കാലത്തെ അനുരാഗം എന്ന ഈ സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് പരിചയപ്പെടുത്തുന്ന പുതുമുഖ നായിക ഗോപിക, പ്ലീസ്. അതുപോലെ മലയാളത്തിലെ പല സിനിമകളിൽ മുഖം കാണിച്ചുകൊണ്ട് ഇപ്പോൾ മലയാള സിനിമയിൽ മുഖ്യധാരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് റിയ കപിൽ, പ്ലീസ് കം. സോറി. ഈ സിനിമയിൽ നമ്മൾ സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ഡ്രാമയിലാണ് ആരംഭിക്കുന്നത്. അതിനകത്ത് ഒരു ബൈബിൾ ഡ്രാമയാണ് ആരംഭിക്കുന്നത്. അതിൽ ജീസസിന്റെ വേഷം ചെയ്യാനായിട്ട് പ്രത്യേക കോസ്റ്റ്യൂം ഒന്നും, ഗെറ്റപ്പ്, മേക്ക് ഓവർ ഒന്നും ഇല്ലാതെ തന്നെ അത് ചെയ്യാനുള്ള ഒരു ആർട്ടിസ്റ്റിനെയാണ് ഡയറക്ടർ കണ്ടെത്തിയത്. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ പേര് ഹാഷിം ഷാ. വളരെ പ്രശസ്തനായ ഒരു സിംഗറാണ് ഇദ്ദേഹം. അദ്ദേഹം ഈ സിനിമയിൽ നന്നായിട്ട്, ഈ മുടിയൊക്കെ അഴിച്ചിട്ടാൽ നല്ല ജീസസിൻ്റെ രൂപഭാവമാണ്. അത് നന്നായിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിലെ നമ്മുടെ നായക കഥാപാത്രം ചെയ്യുന്ന നടൻ്റെ ഫാദറായിട്ടാണ് ഈ സിനിമയിൽ വരുന്നത്. ത്രൂ ഔട്ട് വേഷം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെയും പരിചയപ്പെടുത്തുന്നു. നമുക്കിനി ഔദ്യോഗികമായിട്ട് ഈ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനിലേക്ക് പോകാം. അതിനുശേഷം നമുക്ക് ഓരോ വാക്ക് എല്ലാവർക്കും സംസാരിച്ച് നമുക്ക് അവസാനിപ്പിക്കാം, അല്ലേ? ഓക്കെ. അപ്പം നമുക്ക് ഓഡിയോ ലോഞ്ചിങ് ഫംഗ്ഷനിലേക്ക് പോകാം. ഓക്കെ, റെഡി? ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയിൽ 2 പാട്ടുകൾ, ഇപ്പോൾ ഒരു പാട്ട് ഇറങ്ങി, അത് ഒരു പ്രണയഗാനമാണ്. അത് പാടിയത് ശ്വേതാമോഹനും നജീം അർഷാദുമാണ്. നന്നായിട്ട് പോകുന്നുണ്ട്, നല്ലതുപോലെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രണയഗാനം. ഇനി 15-ാം തീയതി ഇതിൻ്റെ അടുത്ത ഗാനം ലോഞ്ച് ചെയ്യുകയാണ്. അത് പാടിയിരിക്കുന്നത് ശ്രേയ ഘോഷാലാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തയായ ഗായിക ശ്രേയ ഘോഷാൽ. അഫ്സൽ യൂസുഫാണ് അത് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അത് ശ്രേയ ഘോഷാലിൻ്റെ ആ പാട്ടിൻ്റെ പ്രത്യേകത, മലയാളത്തിൽ ഒരു ക്രിസ്തീയ ഗാനം ഒരു സിനിമയ്ക്ക് വേണ്ടി ശ്രേയ ഘോഷാൽ ആദ്യമായിട്ട് പാടിയിരിക്കുകയാണ്. വളരെ ഹിറ്റാകാൻ സാധ്യതയുള്ള ഒരു ഗാനം. അത് 15-ാം തീയതി ഇറങ്ങും. അതൊരു ക്രിസ്ത്യൻ പാട്ടാണ്. പിന്നെ നമുക്ക് എല്ലാവരുടെയും അനുഗ്രഹീത ഗായകൻ, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ദാസേട്ടൻ ഇതിനകത്തൊരു പാട്ട് പാടിയിട്ടുണ്ട്. അതും ഒരു ക്രൈസ്തവ പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമയാണ്. അത് 20-ാം തീയതി റിലീസ് ചെയ്യുന്നുണ്ട്. അതും വളരെയധികം ശ്രദ്ധിക്കപ്പെടും. ആ ക്രിസ്തീയ പശ്ചാത്തലത്തിലുള്ള പാട്ടുകളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ടും അതിൻ്റെ മെസ്സേജൊക്കെ അതുപോലെ വരുന്നത് കൊണ്ടും ഇതിൻ്റെ ഓഡിയോ ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ KCBC സെക്രട്ടറി അച്ഛനെയും മീഡിയ കമ്മീഷൻ അച്ഛനെയുമാണ്. 2 പേരെയും മുന്നോട്ടേക്ക് ക്ഷണിക്കുന്നു, പ്ലീസ്. 2 പേരും കൂടി അത് കൊടുക്കുന്ന രീതിയിൽ. കാരണം ഞങ്ങൾ KCBCയിൽ ചെന്ന് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞപ്പോൾ വളരെ സ്നേഹത്തോടെ, അതൊരു കൊമേഴ്സ്യൽ സിനിമയാണ് ഇത് എന്നുള്ള രീതിയിൽ തന്നെ ഇതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായ 2 പേരുമാണ് ഇവർ. കാരണം നല്ലതിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് അവരാഗ്രഹിക്കുന്നത്. അത് സഭയെന്നുള്ളതോ ക്രിസ്ത്യാനിറ്റി എന്നുള്ളതോ അല്ല. സമൂഹത്തിന് നന്മ വരുന്ന കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ സിനിമ അതാണ്. നമ്മൾ ഈ സിനിമയിലൂടെ ആ മെസ്സേജാണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. അതുകൊണ്ട് അവരെ തന്നെ ഈ കാർമ്മികത്വം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് കിട്ടിയത് തന്നെ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ അഭിമാനിക്കുകയാണ്. താങ്ക് യു വന്നതിൽ. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സിനിമയുടെ നെടുന്തൂണായി ഇത് പുറത്തിറക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മോടൊപ്പം നിൽക്കുന്ന PT ജോസാറിന്, അദ്ദേഹമാണ് അതിന് അർഹനെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും
ഈ ഓഡിയോ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ജോസ് സാറിനെ എല്ലാവരുടെ അനുഗ്രഹത്തോടും എല്ലാവരും ചേർന്നാണ് അങ്ങോട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും അങ്ങനെ നമ്മുടെ ഓഡിയോ നമ്മൾ ഔദ്യോഗികമായി അനൗൺസ് ചെയ്യുകയാണ്. ഓഡിയോ ലോഞ്ച് ഭംഗിയായി ഇതിനോട് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ ഗാനങ്ങളെയും ഈ സിനിമയെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം, സപ്പോർട്ട് ചെയ്യണം. ഇതിനെ ഒരു ആശംസ പറയുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അച്ഛനെ. സിനിമയുടെ സംവിധായകൻ ശ്രീ RP അഷ്റഫ്, ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട മീഡിയ സുഹൃത്തുക്കളെ, ഈ സിനിമയുടെ പിന്നിലും മുന്നിലുമായിട്ട് പ്രവർത്തിച്ച പ്രിയപ്പെട്ടവരെ, ഈ സിനിമയുടെ ട്രെയിലർ ഞാൻ കണ്ടു, ഇതിൻ്റെ പാട്ടുകൾ ഞാൻ കേട്ടു. വളരെ ഹൃദ്യമായ ഗാനങ്ങളാണ്, മനോഹരമായിട്ടാണ് ആലപിക്കപ്പെട്ടിരിക്കുന്നത്. ആ ഗാനത്തിന് കൊടുത്തിരിക്കുന്ന പശ്ചാത്തല ചിത്രങ്ങൾ വളരെ ഹൃദയസ്പർശിയുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഗാനങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിൽ ഹൃദ്യമായ ഒരു സ്വാഗതം ഉണ്ടാകും. അത് ഈ സമൂഹം ഏറ്റെടുക്കും എന്ന് തന്നെയാണ് അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ സിനിമയുടെ ട്രെയിലർ ഞാൻ കണ്ടു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രണ്ടുപേരുടെ അഭിനയം അതൊരു പ്രതീക്ഷ നൽകുന്ന അഭിനയമാണ്. നാളത്തെ താരങ്ങളായിട്ട് ഈ സമൂഹം ഇവരെ ഏറ്റെടുക്കും എന്നാണ് അത് കണ്ടപ്പോൾ തോന്നിയത്. വളരെ മനോഹരമായിട്ട് ആ പഴയ കാല പശ്ചാത്തലത്തിൽ സുന്ദരമായിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. വാസ്തവത്തിൽ RP അഷ്റഫിനെ മലയാള സിനിമയ്ക്കും മലയാളികൾക്കും പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. അദ്ദേഹം വളരെ മനോഹരമായ ഒത്തിരി സിനിമകൾ കൈരളിക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. ഏറ്റവും അടുത്ത് ഈ ഒരു പുതിയ സിനിമയിലൂടെ മലയാളികളെ പഴയ ഒരു കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും പഴയ ഒരു പശ്ചാത്തലത്തിൽ പുതിയൊരു സിനിമ അനുഭവം ഈ കൈരളിക്ക് നൽകാനായിട്ട് ശ്രീ RP അഷ്റഫിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ മലയാളി സമൂഹം ഏറ്റെടുത്ത് വിജയിപ്പിക്കും. അങ്ങനെ ആകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഒരു ബ്ലെസ്സിംഗ്. അടിയന്തരാവസ്ഥ കാലത്തെ അനുരാഗം പേരിൽ തന്നെ വലിയ കൗതുകമുണ്ട്. സഫേട്ടൻ അവിടെ നാടകമേളയുടെ സമയത്ത് നാടകങ്ങൾ എല്ലാ ദിവസവും അവിടെ കാണാൻ വന്നിരുന്നു. 3 തലമുറകളുടെ ആളുകളെ വെച്ച് സംവിധാനം ചെയ്തെന്ന് പറയുമ്പോഴും ഓരോ ദിവസവും ഓരോ നിമിഷവും സിനിമയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതിന്, ആ ക്രാഫ്റ്റിൽ മെച്ചപ്പെടുന്നതിനും പുതിയ കാലത്തിനനുസരിച്ച് അത് പ്രസൻറ്റ് ചെയ്യുന്നതിനും ഈ അടിയന്തരാവസ്ഥ കാലത്തെ അനുരാഗം എന്ന ചലച്ചിത്രം നിമിത്തമാകുന്നു. പുതിയ കുട്ടികൾ നായകനും നായികയുമായിട്ട് വരുന്നു. അതിൽ ധാരാളം അഭിനേതാക്കൾ, പുതിയ സംഗീത സംവിധായകർ, ധാരാളം പുതുമുഖങ്ങളെ വാളക്കുഴി കുടുംബാംഗങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു പതിവുണ്ട് നിർമ്മാതാക്കൾ എന്ന നിലയ്ക്ക്. അതുപോലെ തന്നെ വക്കീലിൻ്റെ സാന്നിധ്യം, എല്ലാ മാധ്യമപ്രവർത്തകർ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. പുതിയ ആളുകൾ, പുതിയ സിനിമകൾ. ഡിസംബർ 22-നാണ് നിങ്ങൾ ഏറ്റുമുട്ടുന്നത് വലിയ വമ്പൻ സിനിമകളോടാണ്. സിനിമ വമ്പനും ചെറുതൊന്നുമില്ല. സിനിമ ഒരു മാധ്യമം എന്ന നിലയ്ക്ക് എപ്പോഴും മികച്ചതാണ്. മികച്ച സിനിമ നിർമ്മിച്ച ആളുകൾ അത് ഏറ്റെടുക്കും. എല്ലാവിധ നന്മകളും അനുഗ്രഹം ഉണ്ടാവട്ടെ. PT ജോസഫ്, ഒരു വാക്ക്. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ഈ അസുലഭ നിമിഷത്തിൽ നിങ്ങളെല്ലാവരെയും ഇവിടെ ഒന്നിച്ചു കൂട്ടിയതിന് ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുകയാണ്. ഒരു സിനിമയുടെ ഭാവി എന്നുള്ളത് നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റാത്തതാണ്. ഏത് ഒരു സിനിമയും എത്ര വലിയ ബഡ്ജറ്റ് എടുത്താലും എത്ര ചെറിയ ബഡ്ജറ്റ് എടുത്താലും ആ സിനിമ ജനങ്ങൾ അതിനെ എങ്ങനെ ഏറ്റെടുക്കുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ് ആ സിനിമയുടെ വിജയം. നമുക്കറിയാം, അടുത്ത കാലത്ത് നടന്ന അല്ലെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ റെക്കോർഡ് കളക്ഷനൊക്കെ വാങ്ങുന്ന സിനിമകളൊക്കെ മിക്കവാറും അതിൻ്റെ ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ യുവതലമുറ ഏറ്റെടുത്തിരിക്കുന്നതൊക്കെ നമുക്കറിയാം. അത് നെഗറ്റീവ് ക്യാരക്ടറുകളെയാണ് നമ്മുടെ യുവതലമുറ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആയിട്ട് കാണുന്നത്. പക്ഷെ ഒരു കുടുംബ പശ്ചാത്തലത്തിലുള്ള ഒരു നല്ല സിനിമകളെ ഏറ്റെടുക്കുന്ന ഒരു സമൂഹം നമ്മുടെ ഈ കേരളത്തിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഈ സിനിമയുടെ ഒരു ലക്ഷ്യം, സിനിമ ഒരു പക്ഷേ
എത്ര കാലം ഓടി, അല്ലെങ്കിൽ അതിന് എത്ര രൂപ കിട്ടി, അല്ലെങ്കിൽ അതൊന്നും അല്ല ഇതിലെ ഒരു കാര്യം. നമുക്ക് ഞാനിത് സഹകരിച്ചെന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു നല്ല കഥയുള്ള ഒരു ചിത്രം പുറത്തിറങ്ങാൻ സാധിക്കാതെ വരിക എന്നുള്ളത് വളരെ വേദനാജനകമാണ്. അപ്പം അതിനോടൊത്ത് സഹകരിക്കുകയാണ് ഞാൻ ചെയ്തത്. ഈ ചിത്രം എല്ലാ മനസ്സുകളിൽ, നമുക്കറിയാം അടിയന്തരാവസ്ഥക്കാലത്ത് ഇതിന്റെ ഷൂട്ടിങ്ങിലൊക്കെ ഒരുപാട്, ഞാൻ ആ സമയത്ത് എൻ്റെ കക്ഷി തന്നെയാണ് ഈ നമ്മുടെ വാളക്കുടി അതുപോലെ സജീവൊക്കെ എത്രയോ 10-25 വർഷമായിട്ട് എൻ്റെ കക്ഷികളായിട്ട് ഞാൻ അവർക്ക് വേണ്ടി അപ്പിയർ ചെയ്യുന്ന ഒരു വക്കീലാണ്. അപ്പോൾ അവരെ രണ്ടുപേരും എനിക്ക് ശരിക്കും അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമയിൽ ഈ അവസാന ഘട്ടത്തിൽ ഞാൻ ഇതിനകത്ത് കാൽവെച്ചത്. ഈ സിനിമ നല്ലൊരു പ്രതീക്ഷയുണ്ട്. നാളെയുടെ ഒരു ഭാവി വാഗ്ദാനമാണ്. നമുക്ക് നല്ലൊരു ക്യാരക്ടറാണ്. ആരും ഈ സിനിമയെ ആ രീതിയിൽ കുറ്റം പറയുകയില്ല. കളക്ഷൻ നേടുകയോ നേടാതിരിക്കുകയോ മറ്റൊരു കാര്യം. ഇങ്ങനെയുള്ള സിനിമകൾ ഇനി ഉണ്ടാക്കുക അല്ലെങ്കിൽ നിർമ്മിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെ ചരിത്രത്തിലേക്ക് പോകുന്ന അസുലഭ നിമിഷങ്ങളുടെ ആരംഭമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ ചിത്രം ജനങ്ങളുടെ മനസ്സിൽ എന്നും നിലനിൽക്കട്ടെ, വളരെ മഹത്തായിട്ട് കേരള ജനത, ഇന്ത്യൻ ജനത ഏറ്റെടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ താങ്ക് യു. ഇതിന്റെ പ്രൊഡ്യൂസർ എന്നതിനേക്കാൾ ഉപരിയായി ഇതിന്റെ പാട്ടുകൾ എഴുതുകയും ഇതിന്റെ കഥ രൂപപ്പെടുത്തുകയും ചെയ്ത ശ്രീ ടൈറ്റസ് ആറ്റിങ്ങൽ, ഒരു വാക്ക്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി പറയാനുള്ളത്, എനിക്കൊരു സിനിമാ മോഹം ഉണ്ടായിരുന്നു. കഥ എഴുതണം, പാട്ട് എഴുതണം, ഇതൊക്കെ എൻ്റെ ആഗ്രഹമായിരുന്നു. പക്ഷേ ഈ ലോകം അറിയപ്പെടുന്ന സിനിമാ ലോകത്ത് 47 വർഷം എക്സ്പീരിയൻസ് ഉള്ള അഷറഫുമായിട്ട് ഞാനൊരു 18 വർഷമായിട്ട് ഞങ്ങൾ പരിചയമുണ്ട്. അപ്പോൾ ഞാൻ ചെറിയ പാട്ടൊക്കെ എഴുതുമ്പോഴത്തേക്ക് അഷറഫ് എന്നോട് പറയാറുണ്ട്, സിനിമയ്ക്ക് കഥ എഴുതാൻ പറ്റും, പാട്ട് എഴുതാൻ പറ്റുമെന്നൊക്കെ എന്നോട് പറയാറുണ്ട്. അങ്ങനെ ഞങ്ങളൊരു പ്രോജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കാത്തിരുന്നു. ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ്. ഓരോ സാഹചര്യവും അഷറഫ് കൃത്യമായി പറഞ്ഞു തരും. അത് ഞാൻ പകർത്തി, അത് സമൂഹത്തിലെ എല്ലാവർക്കും സന്തോഷിക്കുവാനും ചിന്തിക്കുവാനും എല്ലാത്തിനുമുള്ള ഒരു സമ്മാനമാണത് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ സമൂഹം ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഇനിയും കൂടുതൽ അഷറഫുമായിട്ട് തന്നെ മുമ്പോട്ട് പോകുവാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു. ഇനി ഇതിലെ ശക്തമായ ഒരു കഥാപാത്രം ചെയ്ത റഹ്മാനിക, ഒരു വാക്ക്, ഒരാശംസ. നമസ്കാരം. ഒരുപാട് പേര് സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് കൂടുതലൊന്നും പറയണില്ല. ആലപ്പി അഷ്റഫിൻ്റെ ഒട്ടേറെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരുക്കുന്ന ഒരു സിനിമയാണ്. അതിൽ എനിക്കും ഒരു ഭാഗമാകാൻ കഴിഞ്ഞു. ഈ സിനിമ എൻ്റെ വിശ്വാസം പുതിയ ജനറേഷനിൽപ്പെട്ട പ്രണയം ഇഷ്ടപ്പെടാത്ത ആരുമില്ല. അങ്ങനെയുള്ള ജനറേഷന് ഈ സിനിമ ഒരു പുതുമയുള്ള പ്രണയമായിരിക്കും. 10, 35, 40 വർഷക്കാലം മുമ്പുള്ള ഒരു കാലഘട്ടം ഈ സിനിമയിലൂടെ ഒരുങ്ങുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇത് വളരെ സ്നേഹത്തോടെ ഏറ്റെടുക്കുമെന്നുള്ളൊരു വിശ്വാസം തോന്നുന്നുണ്ട്. സിനിമ മനോഹരമാകട്ടെ, എല്ലാവരുടെ പ്രാർത്ഥന ഉണ്ടാകട്ടെ. എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. നമസ്കാരം. താങ്ക് യു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്ന ജേക്കബ് അച്ഛൻ ഒരു വാക്ക്. ഫിലിപ്പ്. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയ കലാകാരന്മാരെ, കലാകാരികളെ, സുഹൃത്തുക്കളെ, ഇതിനൊരു ഭാഗമായി മാറാൻ കഴിയുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ചതല്ല. കേവലം 3 മാസങ്ങൾക്ക് മുൻപാണ് ഞാനും അഷ്റഫുക്കയും ജെയും തോമസും ടൈറ്റസും അടങ്ങിയ ഒരു സൗഹൃദ വലയം സൃഷ്ടിക്കപ്പെട്ടത്. അത് വേദിയില്ലാത്ത സദസ്സിലിരിക്കുന്ന തോമസ് മുഖാന്തരമാണ് ഈ സൗഹൃദം ഉണ്ടായത്. അന്ന് മുതൽ നമ്മുടെ ഈ അഷ്റഫിക്കയെയും ടൈറ്റസിനെയും ജെയും എല്ലാം ഞാൻ വീഡിയോസിലൂടെ പഠിച്ചു വരികയാണ്. പഠിച്ചു വന്നപ്പോൾ അഷ്റഫിക്കയുടെ വലിയ ആരാധകരായി മാറി. അദ്ദേഹം എല്ലാവർക്കും അവസരം എന്നതുപോലെ എന്നോട് പറഞ്ഞു, അച്ഛൻ ഡയറക്റ്റ് ചെയ്യണം, മ്യൂസിക് ഡയറക്റ്റ് ചെയ്യണം, കുറച്ചൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ചെയ്യാം സർ. അങ്ങനെ ഈ അടിയന്തരാവസ്ഥ കാലത്ത് അനുരാഗമെന്ന സിനിമയുടെ ഓരോ കാര്യവും ഈ 3 മാസം എന്നെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനും ഇതിന് വളരെ ആകാംക്ഷഭരിതനാണ്. വാസ്തവത്തിൽ ഇന്നത്തെ മീറ്റിംഗിന് എന്നെ ക്ഷണിച്ചില്ല. ഞാനിങ്ങനെ കെട്ടി ഒരുങ്ങി പോരുകയായിരുന്നു എല്ലാവരെയും കാണാൻ.
നിറമനസ്സോടെ. കാരണം അവർ പറഞ്ഞു ഇവിടെ വന്നിരുന്നാൽ ബോറടിക്ക് വെച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് ബോറടിക്കില്ല. കാരണം ആർട്ടിസ്റ്റുമാരുടെ ഭാഷണം, ചലനം ഇതെല്ലാം എനിക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ സദസ്സിൽ വേദിയിൽ പങ്കുചേരാൻ സാധിച്ചതിന് ഒത്തിരി നന്ദി. ഒരു ജനത മുഴുവൻ ഈ പുതിയ നടീനടന്മാരെയും ഈ സിനിമയും ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ എല്ലാ പരിശ്രമങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ടായിരിക്കും. നന്ദി, നമസ്കാരം. താങ്ക് യു. ഇതിന്റെ സംഗീത സംവിധായകൻ ജയരാജ്, പ്ലീസ്. മനോഹരമായ ഒരു ഗാനം ഇതിനകം റിലീസ് ചെയ്ത് കഴിഞ്ഞു. വളരെ ആൾക്കാർ അത് ഏറ്റെടുത്തു. പ്രണയത്തിൻ പൂവൈ, പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. വലിയൊരു സന്തോഷം. പ്രത്യേകിച്ച് എൻ്റെ അഷറഫക്ക, അദ്ദേഹമാണ് എന്നെ സിനിമയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നത്. ഈ സിനിമയുടെ പേര് പറയുന്ന പോലെ തന്നെ ആ അനുരാഗം, ഒരു പ്രണയഗാനമാണ് എനിക്ക് ചെയ്യാൻ കിട്ടിയത്. അത് നന്നായി ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാം നിങ്ങളുടെയൊക്കെ അനുഗ്രഹമാണ്, അഷറഫക്കയുടെ അനുഗ്രഹമാണ്. അതൊരു ടൈറ്റസ് അച്ചായൻ്റെ വരികളാണ്. അച്ചായൻ അമേരിക്കയിൽ ഇരിക്കുമ്പോഴും ഓരോ കാര്യങ്ങളും വിളിച്ചു പറയുക, അതിനനുസരിച്ച് എഴുതിയാണ് ആ ഒരു പാട്ട് രൂപാന്തരപ്പെട്ടത്. അതുപോലെ തന്നെ കുര്യച്ചായൻ, തീർച്ചയായിട്ടും ഇതിന് പിൻപിൽ പ്രവർത്തിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. പടം വലിയൊരു വിജയമാവട്ടെ. എല്ലാവരും തിയേറ്ററിൽ പോയി ഈ ചിത്രം കുടുംബസമേതം കാണണം എന്നുകൂടി ഒരു ആഗ്രഹം ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു. നിർമ്മാണത്തിന്റെ മുഖ്യ പങ്കാളിയായ കുര്യച്ചൻ ബാലകൃഷ്ണൻ. ബഹുമാനപ്പെട്ട അച്ഛനും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരു 2 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, ഞാൻ ദോഹയിൽ നിന്ന് തിരിച്ചു വന്ന സമയത്ത് എല്ലാ ദിവസവും അഷ്റഫിനെ രാവിലെ ഒരു 8:30 സമയത്ത് വിളിക്കാറ് പതിവുണ്ട്. ആ സമയത്ത് ഒരു ദിവസം വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ആറ്റിങ്ങൽ അകത്തുമുറി എന്ന സ്ഥലത്ത് പുള്ളി അവിടെ കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ വിവരങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാ തുടങ്ങുന്നത്, എന്താണെന്ന് ഇത്രേ ചോദിച്ചുള്ളൂ. അപ്പോൾ എടുത്ത വായിൽ എന്നോട് ചോദിച്ചു, കുര്യച്ചൻ കൂടുന്നോ? ഞാൻ എതിരൊന്നും പറഞ്ഞില്ല, ഞാൻ കൂടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സന്ദർഭത്തിൽ ഇവിടം വരെ ഇതെത്തി, ഇതിൻ്റെ വിജയത്തിൻ്റെ കൊടുമുടിയിലെത്തി നിൽക്കുന്ന ഒരു സമയം 22-ാം തീയതി തിയേറ്ററിലോട്ട് വരുമ്പോൾ നിങ്ങളെല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഇതൊരു വൻ വിജയമാക്കി തരണമേ എന്നുള്ള അഭ്യർത്ഥനയോടെ നിർത്തുന്നു. താങ്ക് യു സർ. ശ്രീ ജെ കുറ്റിക്കാട്, ഒരു വാക്ക്. ശക്തനായ ഒരു വക്കീലാണ് ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ 100-ാം വർഷം ആഘോഷിക്കുവാൻ, 100-ാം ദിവസം ആഘോഷിക്കുവാൻ ഇടയുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ചെയ്തു. താങ്ക് യു. ഇനി നമ്മുടെ ഹീറോ നിഹാലിന്റെ വാക്കുകൾ കേൾക്കാൻ കാത്തിരിക്കുകയാണ്. പറയും. എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഒരു ബിഗ് താങ്ക്സ് ആണ് നമ്മുടെ ഡയറക്ടർ ആൽബേശ്വര സാറ്, പിന്നെ പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും. എനിക്ക് ഇങ്ങനൊരു അവസരം കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. പിന്നെ പടം എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഓക്കെ, ആദ്യത്തെ ഒരു ആൻസൈറ്റി നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അടുത്തത് നമ്മുടെ നായിക ഗോപിക. എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു അവസരത്തിൽ ദൈവത്തിനോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ആദ്യത്തെ സ്റ്റെപ്പ് ടു ഇൻഡസ്ട്രി അഷറഫ് സാറിൻ്റെ അണ്ടിൽ ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് സർ. ഒരു ഡയറക്ടറിനെക്കാട്ടിലും കൂടുതലൊരു മെൻറ്ററായിരുന്നു, ഗൈഡറായിരുന്നു ഞങ്ങൾക്ക് സെറ്റിൽ. സോ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ കൂടെ അഭിനയിച്ച് സപ്പോർട്ട് ചെയ്ത റഹ്മാൻ സർ, ടൈറ്റസ് അങ്കിൾ, കുര്യച്ചൻ അങ്കിൾ, എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഡിസംബർ 22-ാം തീയതി തിയേറ്ററിൽ കുടുംബത്തോടൊപ്പം പോയി കാണും, സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. നല്ല വേഷങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ നല്ലൊരു വേഷം ചെയ്തു, വീണ്ടും നല്ല വേഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന റിയ കാപ്പിൽ. ഹലോ, എൻ്റെ ഒരു റിയ കാപ്പിൽ എന്നാണ്. എനിക്ക് ആക്ച്വലി അഷ്റഫ് അങ്കിളിനോടും കുര്യച്ചൻ അങ്കിളിനോടും ബാക്കിയുള്ള പ്രൊഡ്യൂസേഴ്സിനോടും ഐ വോണ്ട് ടു സേ താങ്ക് യു ആൻഡ് ടു ഗോഡ് ഓൾസോ. എല്ലാവരും ഇത് കാണണം, ബിക്കോസ് ഞങ്ങളുടെ ജനറേഷനിലെ ആൾക്കാർ കാണാത്തൊരു തരം സിനിമയാണിത്. സോ എല്ലാവരും കാണണം, പ്ലീസ് എൻകറേജ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ആഷിം ഷാ, പ്ലീസ്. നമസ്കാരം. എന്താ പറയേണ്ടത്, എങ്ങനെ പറയേണ്ടതെന്നൊരു പിടിയില്ല, എന്നാലും പറയാം. ഞാനൊരു ഫസ്റ്റ് ടൈം ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. 94-95 സ്റ്റേറ്റ് വിന്നറായിരുന്നു. പിന്നെ അതിനുശേഷം പഠിത്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പാട്ട് പാടുമായിരുന്നു. അന്നും മ്യൂസിക് ഗാനങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം പാട്ട് പാടാനായിട്ട് ഇപ്പോൾ
റീസെൻ്റായിട്ട് അഷ്റഫൊക്കെ വിളിക്കുന്ന സമയത്ത് ഞാൻ തിരുനെൽവേലി പോകുന്ന സമയത്ത് അപ്പോഴാണ് വിളിക്കുന്നത് അല്ലേക്കാ. അപ്പോൾ താടി മുടിയൊക്കെ ഇപ്പോഴും ഉണ്ടോടെ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇപ്പോഴും അതൊക്കെ ഉണ്ട്. ഒരു സിനിമ ചെയ്യുന്നുണ്ട് വരാൻ പറ്റുമെന്ന് വെച്ചാൽ ഓക്കെ എത്താമെന്ന് പറഞ്ഞു. പക്ഷെ വന്നപ്പോൾ നല്ല പേടിയായിരുന്നു. പേടിയെന്ന് വെച്ചാൽ എങ്ങനെ കാര്യം പറയുന്നത്, ഇപ്പോഴും ഉണ്ട് പേടി. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, ഫോണൊക്കെ വിളിച്ച് സംസാരിക്കും അങ്ങനെയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു അഭിനേതാവാൻ വേണ്ടി വന്നതല്ല. എനിക്ക് ജീസസിൻ്റെ ഒരു ഫേസ് കട്ട് ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് അഷ്റഫൊക്കെയാണ്. ശരിയല്ലേ? ഞാൻ തന്നെ അന്തം വിട്ടു അങ്ങനെ ഉണ്ടോ. പിന്നെ കുറേ സമയം നോക്കി, ശരിയാണ് ചെറുതായിട്ടൊക്കെ ഉണ്ട് പോലും. അപ്പോൾ ഓക്കെ. അപ്പോൾ എല്ലാവരും ഒരു ഫിലിം തിയേറ്ററിൽ തന്നെ പോയി കാണുക, എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. തൽക്കാലം നമ്മുടെ അതിഥികളുടെ എല്ലാം കഴിഞ്ഞു. ഇനി നമ്മുടെ അമരക്കാരൻ്റെ വാക്കുകൾക്കായി നമുക്ക് അതോർക്കാം. ശ്രീ ആലപ്പി അഷ്റഫ്. ആദരണീയരായ വൈദികന്മാരെ, ഇവിടെ കൂടിയിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. മീഡിയക്കാരെ, ഇത് ഈ ഒരു സിനിമ ഇതുപോലെ അച്ഛൻ പറഞ്ഞ പോലെ ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ അണിയിച്ചൊരുക്കിയിരിക്കുകയാണ്. ഞാൻ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ, ഇതിനകത്ത് പല പുതിയ ആൾക്കാർക്കും അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എൻ്റെ ഒരു ദൗത്യമായിട്ട്, എൻ്റെ ഒരു കടമയായിട്ട്. ഞാൻ ഇത്രയും സീനിയർ 3 തലമുറകൾക്ക് വേണ്ടി ആയിട്ട് സഹകരിച്ച സിനിമ എടുത്തിട്ടുള്ള ആളാണ്. എൻ്റെ ആദ്യ 3 പടങ്ങൾ പ്രേമനസീറായിരുന്നു നായകൻ. ഞാൻ ഒരു മാടപ്രവഞ്ചത, വനിതാ പോലീസ്, മുഖ്യമന്ത്രി എന്ന ചിത്രങ്ങൾ. അതിനുശേഷം മമ്മൂട്ടി വെച്ച് പടം എടുത്തിട്ടുണ്ട്, മോഹൻലാലിനെ വെച്ച് പടം എടുത്തിട്ടുണ്ട്, സുരേഷ് ഗോപി വെച്ച് എടുത്തിട്ടുണ്ട്, മുകേഷ്, അങ്ങനെ ശ്രീനിവാസൻ, എല്ലാവരുടെയും വെച്ച് ഞാൻ സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്ന പടം, ഞാൻ സിനിമ ചെയ്യുമ്പോൾ അന്ന് ജനിച്ചിട്ടില്ലാത്ത ആ കുട്ടികളെ വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു പുതിയ പടം ചെയ്യുകയാണ്. അതിൽ ഒരുപാട് അവസരങ്ങൾ, ഇപ്പം പാട്ടെഴുത്തുകാരന് അവസരം, കഥയെഴുത്തുകാരന് അവസരം, പുതിയ ക്യാമറാമാൻ, പുതിയ ആർട്ട് ഡയറക്ടർ, പുതിയ ഹീറോ, പുതിയ ഹീറോയിൻ, എല്ലാം ഞാൻ മാക്സിമം പുതിയ ആൾക്കാരെ അവരെ ഉപയോഗിച്ച് എങ്ങനെ ഭംഗിയാക്കാം, അങ്ങനത്തെ ഒരു രീതിയിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് വരെ പുതുമുഖങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനി തുടർന്നും ഞാൻ അത് തന്നെ ചെയ്യുമെന്ന്, അങ്ങനെ പുതുമുഖ പ്രതിഭകളെ കണ്ടെത്തി മ്യൂസിക് ഡയറക്ടർ, അങ്ങനെ എല്ലാവർക്കും അവസരം ഉണ്ടാക്കി കൊടുത്ത് കഴിവുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു ദൗത്യം ഇനിയുള്ള എൻ്റെ കാലത്തിൽ വേണ്ടി ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. തീർച്ചയായും ഇതിനകത്ത് അച്ഛൻ പറഞ്ഞ പോലെ ക്രിസ്തീയ പശ്ചാത്തലത്തിൽ, അതായത് ശ്രേയാ ഘോഷലിൻ്റെ ഒരു ഒറ്റ പാട്ട് മതി ഈ പടം, അതായത് ക്രിസ്തുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന ഗാനം. അത് കാലാതീതമായിരിക്കും ആ പാട്ട്. കാരണം നമ്മുടെ പഴയ ആകാശങ്ങളിലിരിക്കുന്ന നിങ്ങളുടെ എന്നൊക്കെ പറഞ്ഞ ആ പാട്ടുകളെ പോലെ എന്നും ഓരോ ഭവനത്തിലും പള്ളിയിലും എല്ലാം ഉപയോഗിക്കാൻ പറ്റിയ ഒരു പാട്ട് അവരുടെ വോയിസിൽ കൂടെ വരുമ്പം ആ പാട്ട് അതിമനോഹരമായിട്ടാണ്. അതിൻ്റെ വരികളും എല്ലാം ബൈബിൾ വചനങ്ങളും മാത്രമാണ് ആ പാട്ട്. അതുപോലെ തന്നെ യേശുദാസ് പാടിയിരിക്കുന്നത് അതും അതിമനോഹരമാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രണയഗാനം, അത് മാറ്റിവെച്ചാൽ ഞാൻ പറയണം മറ്റു രണ്ടും ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ. ഇതിനകത്ത് ഒരു വൈദികൻ്റെ ഒരു ക്യാരക്ടറുണ്ട്, കുരിശിങ്കൽ അച്ഛൻ എന്ന് പറയുന്നൊരു ക്യാരക്ടർ. അപ്പം ഞാൻ ഈ കുര്യത്തിനടുത്തും ടീച്ചേഴ്സിനടുത്തൊക്കെ ചോദിച്ചു, ഈ അച്ഛന്മാരിൽ തന്നെ ഒരുപാട് കലാകാരന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നന്നായിട്ട് പാടുന്നവരുണ്ട്, നല്ല ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നവരുണ്ട്, നല്ലപോലെ അഭിനയിക്കുന്നവരുണ്ട്, ഒരുപാട് കലാഹൃദയങ്ങളുള്ള അച്ഛന്മാർ ധാരാളം എനിക്ക് അറിയാവുന്നവരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ അഭിനയ താല്പര്യമുള്ള ഏതെങ്കിലും അച്ഛന്മാർ നല്ലൊരു അച്ഛനെ കിട്ടാൻ വഴിയുണ്ടോ എന്ന് വെച്ചപ്പം അവസാനം ഞങ്ങൾ എത്തിപ്പെട്ടത് അവിടെ ഫാദർ പോൾ അമ്പുക്കൻ എന്ന് പറയുന്ന തൃശ്ശൂരിൽ നിന്നൊരു അച്ഛനുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം കറക്റ്റ് ഫിഗറാണ് നമ്മുടെ പടത്തിൽ പറ്റിയ ക്യാരക്ടർ. അപ്പം ഞാൻ അദ്ദേഹത്തിന് ഞങ്ങൾ കണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞ് ഞാൻ അഭിനയിക്കാൻ തയ്യാറാണ്, കുഴപ്പമൊന്നുമില്ല, പെർമിഷൻ. ഞാനങ്ങനെ നമ്മുടെ താഴത്തെ പിതാവിനെ പോയി കണ്ടു. പിതാവ് ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു, സിനിമാക്കാരെല്ലാം വന്ന് സിനിമ എടുക്കുന്നത് ഞങ്ങളുടെ പെർമിഷൻ മേടിച്ച് പള്ളിയൊക്കെ ഉപയോഗിച്ചിട്ട് ഞങ്ങളെ കളിയാക്കുക, ഞങ്ങളുടെ അച്ഛന്മാരെ കളിയാക്കുക, പള്ളിയെ കളിയാക്കാത്ത ഒരൊറ്റ പള്ളിയും ഇനി ഷൂട്ടിങ്ങിന് കൊടുക്കരുതെന്ന് ഞാൻ ഓർഡർ കൊടുത്തിരിക്കുകയാണ്. ഇത് അത്ര പ്രശ്നമെന്ന് പറയും. പക്ഷെ ഞാൻ പിതാവിനടുത്ത് പറഞ്ഞു, അങ്ങനെയല്ല, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇങ്ങനെ പാട്ടും ആ കാര്യങ്ങളും കഥയുടെ രൂപമൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിശ്വാസത്തിലെടുത്തു. ശരി, അങ്ങനെ ആ പെർമിഷൻ കിട്ടി. ആ ത്രൂ ഔട്ട് ക്യാരക്ടർ അഭിനയിച്ചിരിക്കുന്ന യഥാർത്ഥ അച്ഛനെ തന്നെ എനിക്ക് കിട്ടി എന്നുള്ളത് ഏറ്റവും വലിയ ചാരിതാർത്ഥ്യമാണ്. അത് വളരെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. അപ്പം ആ പടം അത് കാരണം എനിക്ക് വലിയൊരു ഗുണവും കൂടെ കിട്ടി. എനിക്ക് ഈ രംഗങ്ങളൊക്കെ പള്ളിയിലുള്ള പല കുർബാനയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചിത്രീകരണ സമയത്ത് എനിക്ക് അത്രത്തോളം ഒന്നും അറിയില്ലല്ലോ. അതെല്ലാം അദ്ദേഹം എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കിയത്. അത് കാരണം എല്ലാം പെർഫെക്ഷനായിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും കൂടി വന്ന് ഇത്രയും ഈ പടത്തിൻ്റെ എനിക്ക് പറയാൻ ആകെ ഉള്ളത്, എന്നെ മാത്രമല്ല ഇത്രയും പുതിയ കലാകാരന്മാരെ ഉയർത്തിക്കുന്ന ഒരു ചവിട്ടുപടി ഞാൻ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. ആ പടിയിലൂടെ പോകാൻ നിങ്ങളും സഹായിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നമ്മളുടെ ഈ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. പ്രത്യേകിച്ച് മീഡിയയോട് ഒരു കാര്യം പറയാനുള്ളത്, വൈകിട്ട് ഇപ്പോൾ 5:25 6 മണിക്ക്
കൂടാതെ ഒരു കാര്യം മീഡിയയോട് പറയാനുള്ളത്, ഇന്ന് സിനിമ മാർക്കറ്റ് ചെയ്യുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് നമുക്കറിയാം. നമ്മളിപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഇതിനകത്ത് എലമെന്റ് കണ്ടന്റ് നമ്മൾ എന്തൊക്കെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും, പുതുമുഖങ്ങളല്ലേ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഞങ്ങൾ മാർക്കറ്റിങ്ങിന്റെ വേറൊരു വശം ഞങ്ങൾ ചിന്തിച്ചിട്ട് നാളെ വൈകിട്ട് 4 മണിക്ക് മറൈൻ ഡ്രൈവ് വാക്വേയിൽ ഞങ്ങളൊരു ഷോ സംഘടിപ്പിക്കുന്നു. നാളെ വൈകിട്ട് 4 മണിക്ക് ജസ്റ്റ് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മാക്സിമം. അതിലെല്ലാവരും വരണം. അത് അവിടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു എലമെന്റ് ആയിരിക്കും. അത് നാളെ സർപ്രൈസ് നമ്മൾ അവിടെ വെച്ച് കാണാം. എല്ലാവരും വരണം, വന്ന് സഹകരിച്ചതിനും ഇനി മുന്നോട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എല്ലാത്തിനും വളരെ നന്ദി. വന്ന എല്ലാവരോടും ഇതിനെ ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ വേണ്ടി സമയം കണ്ടെത്തി വന്ന എല്ലാവരോടുള്ള നന്ദി ഈ പ്രൊജക്ടിന്റെ പേരിൽ ഞങ്ങൾ താഴ്മയായി സമർപ്പിക്കുന്നു.